നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നാളെ മുതൽ അടുത്ത 7 ദിവസം വരെ വ്യാപക മഴ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ വീണ്ടും മഴ മുന്നറിയിപ്പ്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട് എന്നീ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഞായറാഴ്ച പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് മഞ്ഞ അലർട്ടുള്ളത്. സെപ്റ്റംബർ 30-ന് തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. കാണാതായ +1 വിദ്യാർത്ഥികളെ ശാസ്താംകോട്ടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പൂയപ്പള്ളി, മൈലോട്, ദൈവനികേതിൽ ദേവനന്ദ, അമ്പലംകുന്ന, ചെങ്ങന്നൂർ, തെക്കങ്കര വീട്ടിൽ ഷെഹിൻഷാ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവർക്കും 17 വയസ്സായിരുന്നു. ശാസ്താംകോട്ട തടാകതീരത്ത് ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് എത്തി മൃതദേഹങ്ങൾ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പൂയപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇരുവരെയും വ്യാഴാഴ്ച മുതൽ കാണാനില്ലായിരുന്നു. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസ് വ്യാപക അന്വേഷണം നടത്തുന്നതിനിടെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പൂയപ്പള്ളി ഓടനാവട്ടം KRGPM സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് ദേവനന്ദ. കൊട്ടാരക്കര ബോയ്സ് ഹൈസ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് ഷെഹിൻഷാ. വിഷയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. താൻ LDF വിട്ടെന്ന് പറഞ്ഞിട്ടില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ LDF 25 സീറ്റിന് മേലെ വിജയിക്കില്ലെന്ന് അൻവർ. LDF വിട്ടുവെന്ന് താൻ മനസ്സുകൊണ്ട് പറഞ്ഞിട്ടില്ലെന്ന് നിലമ്പൂർ MLA PV അൻവർ. പാർലമെന്ററി പാർട്ടി മീറ്റിംഗിൽ പങ്കെടുക്കില്ലെന്നാണ് പറഞ്ഞത്. പാർലമെന്ററി പാർട്ടിയിൽ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സുകൊണ്ട് പറഞ്ഞതല്ലെന്നും അൻവർ പറഞ്ഞു. ഈ രീതിയിലാണ് പാർട്ടി മുന്നോട്ട് പോകുന്നതെങ്കിൽ 2026 തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് കിട്ടാതെ സ്ഥാനാർത്ഥികളുണ്ടാകും. 20-25 സീറ്റിന് മേലെ LDFന് ജയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടതിന് പിന്നാലെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അൻവർ പറഞ്ഞു. അതേസമയം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അൻവർ പറഞ്ഞു. സിറ്റിംഗ് ജഡ്ജിയെ വെച്ച് അന്വേഷണം നടത്തണം. എത്രയോ നിരപരാധികൾ ജയിലിലാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് മാത്രം ഇത് ബോധ്യപ്പെടാത്തത്? ജുഡീഷ്യറിയിൽ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. അന്വേഷണ സംഘത്തെ ഹൈക്കോടതി തന്നെ തീരുമാനിക്കണമെന്ന് ആവശ്യപ്പെടും. അൻവറിനെതിരായ ആരോപണവും ഈ അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ. തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അൻവർ പറഞ്ഞു. ഡോക്ടർ വന്ദനാദാസ് കൊലപാതകം. പ്രതി സന്ദീപിന്റെ മാനസിക നില പരിശോധിക്കണമെന്ന് സുപ്രീം കോടതി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്ദീപിന്റെ മാനസിക നില പരിശോധിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി സുപ്രീം കോടതി. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി ആവശ്യപ്പെടുന്നു. വിചാരണ നിർത്തിവെക്കണമെന്ന അഭിഭാഷകൻ BA ആളൂരിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. നവംബർ 11-ന് കേസ് വീണ്ടും പരിഗണിക്കും. DNA പരിശോധനാ ഫലം വന്നു. മൃതദേഹം അർജുൻ്റേത് തന്നെ. നാളെ മൃതദേഹം വീട്ടിലെത്തിക്കും. കർണാടകയിലെ ശിരൂരിൽ ഗംഗാവലിപ്പുഴയിൽ നിന്നെടുത്ത ലോറിയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന്റെ DNA പരിശോധനാ ഫലം വന്നു. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ്റേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചു. ഫലം വന്ന സാഹചര്യത്തിൽ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. കർണാടക പോലീസിലെ CI റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അർജുനായി എത്തുന്ന ആംബുലൻസിന്റെ സുരക്ഷ ചുമതല നൽകിയിരിക്കുന്നത്. കാർവാർ MLA സതീഷ് സെയിൽ ആംബുലൻസിനെ അനുഗമിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനുമതി കിട്ടിയാൽ കാർവാർ SP M നാരായണ കൂടി മൃതദേഹത്തെ അനുഗമിക്കും. മൃതദേഹവുമായുള്ള കേരളത്തിലേക്കുള്ള യാത്രയ്ക്കായി ആംബുലൻസും മൊബൈൽ ഫ്രീസറും അടക്കമുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണെന്നും ജില്ലാ ഭരണകൂടം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയെന്നും MKM അഷ്റഫ് MLA മാധ്യമങ്ങളോട് പറഞ്ഞു.